വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ പദവി രാജിവെച്ച ഹുസൈൻ മടവൂർ. ഇടതു സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. നവോത്ഥാന സമിതി ചെയർമാനാണ് വെള്ളാപ്പള്ളി. ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം ഹുസൈൻ മടവൂർ ഇപ്പോൾ രാജിവെക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ മുസ്ലിങ്ങൾ ചോദിക്കുന്നതെല്ലാം നൽകി, ഈഴവർക്ക് ചോദിക്കുന്നതൊന്നും തരുന്നില്ല. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരമാകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സാധിച്ച് മടങ്ങുകയാണ്. ഈഴവർക്ക് നീതി കിട്ടുന്നില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വന്നാൽ അവർക്ക് സർക്കാരിലും പാർട്ടിയിലും ഡബിൾ പ്രൊമോഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുകയുണ്ടായി. ആ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ അദ്ദേഹം പ്രസ്താവന പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നവോത്ഥാന സമിതി വൈസ് ചെയർമാനായിട്ടുള്ള ഹുസൈൻ മടവൂർ ഇപ്പോൾ നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് തന്നെ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇടതുപക്ഷ സർക്കാരിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതു സർക്കാർ കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വിജയിക്കണം. എന്നാൽ അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല. മുസ്ലിം സമൂഹം ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. നിരവധി വിഷയങ്ങളിൽ തങ്ങളെ സർക്കാർ അവഗണിച്ചു എന്നാണ് മുസ്ലിം സമൂഹത്തിന്റെ പരാതി. ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഇടതുപക്ഷ സർക്കാർ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് വിവരങ്ങൾ നൽകുന്നത്.